പറയട്ടെ തന്നെ പോവാ. നമ്മളോട് ചോദ്യം ചെയ്യുമ്പോ ഫുൾ കോൺഫിഡൻസിൽ അവരുടെ കണ്ണി നോക്കി തന്നെ പറയണം. നമുക്ക് വേണ്ടിട്ട് ആ പാട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പാടണം എന്നൊരു റിക്വസ്റ്റ്. കല്യാണം കഴിച്ചേക്കുന്ന ഭാര്യ സെലിബ്രിറ്റി ആണോ? ഫഹദ് ഫാസിൽ. ഹെയർ എക്സ്റ്റൻഷൻ സീരീസിന്റെ പാർട്ട് 2 ഉണ്ടാവുമോ? അതാണ് ക്വസ്റ്റ്യൻ. ചേട്ടാ ഹായ്. അപ്പൊ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ ഹെയർ എക്സ്റ്റൻഷന്റെ ടീമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഇപ്പൊ ചെയ്യാൻ പോണത്. ഞാനങ്ങനെ ഹോസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ആരെങ്കിലും ഒന്ന് തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങണം. അപ്പൊ എനിക്ക് എല്ലാ ടീം മെമ്പേഴ്സിനെ വെച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നടന്നില്ല. കുറെ പേർക്കൊന്നും എത്താൻ പറ്റില്ല. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് വെച്ചാണ് നമ്മള് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ 5 പേരെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാർ ഒരു 6 ക്വസ്റ്റ്യനോട് അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓരോ ആൾക്കാരും നമ്മളോടത് ചോദിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്ററാക്ഷനുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരവിട്ട് ആ ഒരു രീതിയിലാണ് പോകാൻ പോണേ. അപ്പൊ മുതിർന്ന കൂട്ടത്തിൽ മുതിർന്നതാണെന്നുള്ളതിലേക്ക് ആദ്യം നമുക്ക് ചേച്ചിന്ന് തുടങ്ങാം. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ആരോടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉത്തരം പറയണം. അങ്ങനെ നമുക്ക് മനസ്സിലാവില്ലേ? ഫസ്റ്റ് മോളോട് ചോദിച്ചാൽ ഹെയർ എക്സ്റ്റൻഷൻ സീരീസിന്റെ പാർട്ട് 2 ഉണ്ടാവുമോ? ചേട്ടാ സീസൺ 2 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സീസൺ 2 ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ പറയുക, എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഈ സീരീസ് കണ്ടിട്ട് എല്ലാവരോടും ഓരോരുത്തരോടായിട്ടുണ്ടോ ഈ സീരീസ് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലീസിന്റെ റെസ്പോൺസ് എന്തായിരുന്നു നിങ്ങളോട് ഓരോരുത്തരോടുള്ള? അങ്ങനെ എന്തെങ്കിലും എന്നാ ഫസ്റ്റ് അഞ്ജനോടേക്ക്. റെസ്പോൺസ് പറയുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ സീരീസിൽ ഇങ്ങനെ എന്താ പറയാ അഭിനയിക്കുന്നത്. അഭിനയത്തിന് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം മഞ്ജുന എനിക്ക് മുന്നേ ടിക്ടോക്ക് തൊട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ മഞ്ജുന കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കര വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സീരീസിൽ അഭിനയിക്കാൻ പറ്റുന്നതിന്റെ വലിയൊരു ഭാഗ്യ. പിന്നെ ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഒരാൾക്കാർ അഭിനയം കൊള്ളാന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ്. അപ്പൊ എന്താ പറയാ, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഞാൻ ഇൻസ്റ്റ തുടങ്ങിയിട്ടുണ്ടായി. ഇൻസ്റ്റയിൽ പിന്നെ സീരീസ് കിട്ടിയപ്പോ ശരിക്കും പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് ജീവിതത്തില്. ഇതേപോലെ തന്നെ മോൻ ടിക്ടോക്ക് ചെയ്തു തുടങ്ങിയ സമയത്ത് തന്നെ ഞാനും തുടങ്ങിയത്. പക്ഷെ മോൻ കയറി പോയി. ആ സമയത്ത് ഗൾഫിലായിരുന്ന ആ ഒരു ടൈമായിരുന്നു. അപ്പൊ പിന്നെ മറ്റേ നാട്ടിലേക്ക് വന്ന സമയത്ത് ടിക്ടോക്ക് ബാൻ ചെയ്ത് പിന്നെ പയ്യെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറിയ സമയത്ത് മോൻ വേറെ ഒരു ഹൈ ലെവലിൽ നിൽക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഈ ഒരു സീരീസിലാണ് ആദ്യം കിട്ടുന്നത്. ചെറിയ അവിടെ ഇവിടെയൊക്കെ തല കാണിച്ചേക്കണമല്ലാണ്ട് നമുക്ക് നമ്മുടെ കഴിവ് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ ഒരു സീരീസിന്റെ ഈ ഒരു ഇത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ ഇരുന്ന് മഞ്ജുവിന്റെ എല്ലാവരും മഞ്ജുവിന്റെ ഫാമിലി പപ്പയും മമ്മിയൊക്കെ ആണെങ്കിലും നമ്മളുടെ കൂടെ നമ്മുടെ ഫാമിലി എങ്ങനെയാണോ നമ്മളോട് പെരുമാറുന്നത് ആ ഒരു ഇത് തന്നെയായിരുന്നു. ഞങ്ങൾക്കൊരു ഇവിടെ വന്നിട്ട് നമുക്കൊരു എന്താ പറയാ, നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം പോലെ തന്നെയായിരുന്നു നമുക്ക്. അങ്ങനെ പറയാതിനൊന്നും നമുക്ക് തോന്നിയില്ല. ആദ്യമായിട്ടാണ് വന്നേന്നുള്ള ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിതിലേക്ക് വന്നത് എന്താ സീരീസിലേക്കല്ല, ഞാൻ ഈ പാർട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ മഞ്ജുവിന്റെ ഒരു വീഡിയോയിലൂടെയാണ്. ആള് ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആളെ അക്കൗണ്ടിൽ പാട്ട് കേട്ടപ്പോ ഭയങ്കരമായിട്ട് കുറെ പേര് കണ്ട് വയറലായി. അപ്പോഴാണ് ഞാൻ വിളിച്ചത് കൊള്ളാലോ കൊള്ളാലെന്ന് പറഞ്ഞാൽ നമുക്കൊരു കിക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു സംഭവം കിട്ടിയാണ് ഇതിലേക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. പാട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോ പെട്ടെന്നാണ് ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു റോളുണ്ട്. നമുക്ക് സന്തോഷമുള്ളൂ.
പക്ഷെ ഈ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെയും കാര്യങ്ങൾ വെച്ചാൽ പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ പറയാനുള്ളത് നമ്മൾ ഈ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോ നമ്മളറിയാത്തവര് കുഞ്ഞു കുട്ടികളാണ്, ഇത്ര കുട്ടികൾ വന്നിട്ട് ഹെയർ എക്സ്റ്റൻഷൻ പറയാൻ പോലും അവർക്ക് പറ്റണില്ല. അപ്പൊ അവർ വന്നിട്ട് ചേട്ടാ ഹെയർ എക്സ്റ്റൻഷൻ കാണാൻ നമ്മള് ചോദിക്കും മോളത് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ മോളിൽ എങ്ങനെയുണ്ടെന്ന് ആ ഞാൻ സബ്സ്ക്രൈബറാണ്. അപ്പൊ അത്രയും കുഞ്ഞു കുട്ടികൾ പറയുന്നത് കാണുന്നുണ്ട്. അത് പിന്നെ ഇൻസ്റ്റയിലാണെങ്കിൽ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ തന്നെ കുറെ കട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോ ആ വൈദ്യരെ കൊന്നത് എന്തിനാണ് ടൈപ്പ് ചെയ്തൊക്കെ എല്ലാവർക്കും എത്തിയായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പം നമ്മുടെ റിലേറ്റീവ്സിലാണെങ്കിലും നേരത്തെ മൈൻഡ് ചെയ്യാണ്ട് പോണ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം വിളിച്ചു നിർത്തി നമ്മളോട് ചോദിച്ച് ഫോട്ടോ എടുക്കല് ഇങ്ങനത്തെ ഒക്കെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലാണെങ്കിൽ തന്നെ നമ്മള് മെസ്സേജ് ചെയ്താൽ മാത്രം റിപ്ലൈ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഉള്ള ആൾക്കാരൊക്കെ നമ്മൾ റിജക്ട് ചെയ്ത് വിട്ടുകളായിരുന്നു. പക്ഷെ ഈ സീരീസ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മെസ്സേജ് ചെയ്യലും കാര്യങ്ങൾ അന്വേഷിക്കലും ഫുള്ള്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളൊരു ഇതിലേക്ക് എത്തുമ്പോ നമ്മളെ മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ വരും. അപ്പൊ അങ്ങനത്തെ ഒരു ഇതും കൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് മോളോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു നന്നായിട്ടുണ്ടെന്നൊക്കെ. പിന്നെ എന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ചോദിച്ചത്? ഇതെന്തായാലും ചോദിക്കേണ്ടത് ഒന്നും തന്നെയാണ്. ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ മാത്രമല്ല ചോദിക്കുന്നത്. ഇപ്പൊ മഞ്ജുവിന് ഇൻസ്റ്റാഗ്രാം പോയല്ലോ, ഒന്നാമത്തെ കാര്യം അതെങ്ങനെ ഫേസ് ചെയ്തെന്നുള്ളൊരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം മഞ്ജുവിന്റെ പേരിൽ തന്നെ കുറെ പേര് ഇതുപോലെ മഞ്ജു കാണുന്ന രീതിയിൽ തന്നെ അക്കൗണ്ട് കൊടുങ്ങി അതിൽ നിന്ന് വരെ ആവശ്യമുള്ള കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോ ഇങ്ങനെ തുടങ്ങുന്നവരോടും ഈ അക്കൗണ്ട് പോയതിനെ പറ്റി എന്താ പറയാ? നല്ലൊരു ചോദ്യം. അക്കൗണ്ട് പോയത് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. കുറെ വർഷത്തെ ഒരു ഹാർഡ് വർക്ക് അത് കുടിക്കാലോ. ഒന്നിന്ന് ഒരു 2.5 മില്യൺ എത്തണമെങ്കിൽ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷെ അത് ഇപ്പൊ നമുക്കൊരു സാധനം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അത് തന്നെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫിൽ എങ്ങും എത്തും. ഇപ്പൊ ഞാനിപ്പോ ഇൻസ്റ്റയിൽ പോയി കഴിഞ്ഞാൽ ആ നഷ്ടം എനിക്ക് മാത്രമേ ഇരിക്കും. ഇൻസ്റ്റ അല്ലെങ്കിലും അത് ഞാനില്ലെങ്കിലും വേറെ ആയിരക്കണക്കിന് ആൾക്കാർ വഴി എനിക്ക് പകരം 100 കണക്കിന് ആൾക്കാരുണ്ടാവും. അപ്പൊ അതിന് ഞാൻ പോയ ആ നഷ്ടം എന്നെ അഫക്ട് ചെയ്യാണ്ട് എന്റെ കരിയറിനെ അഫക്ട് ചെയ്യാണ്ട് പോകണമെങ്കിൽ ഞാൻ അടുത്ത പ്ലാറ്റ്ഫോം തപ്പിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്റെ കഴിവ് രജിസ്റ്റർ ആക്കേണ്ടത് എന്റെ ആവശ്യം മാത്രമുണ്ട്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഉടനെ എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻ തുടങ്ങണം, എന്റെ യൂട്യൂബ് ആക്റ്റീവ് ആക്കണം, ഫേസ്ബുക്കിലേക്ക് തുടങ്ങണം. എനിക്ക് ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ ബെനിഫിറ്റ് മീൻസ് നമ്മുടെ വീഡിയോ ജനങ്ങളിലേക്ക് എത്തുന്നല്ലാതെ ഭയങ്കര പൈസ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. 0 ആയിരുന്നു ഇൻസ്റ്റാഗ്രാമിനുള്ള ഇൻകം. പക്ഷെ ഫേസ്ബുക്ക് വന്നപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു നഷ്ടം വന്നപ്പോൾ ദൈവം ഈ സൈഡിൽ കൂടെ നമുക്ക് വേറെ കുറെ സന്തോഷങ്ങൾ വന്ന് അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് തന്നു. പിന്നെ പണ്ടാണെങ്കിൽ എന്റെ സ്വഭാവത്തിന് അച്ചീവ്മെന്റ്സ് കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി, അല്ലെങ്കിൽ എനിക്കത് കെയർ ഇല്ല, ഞാൻ കമ്പയർ ചെയ്യില്ല, എന്റെ ആരെയും ഞാൻ കമ്പയർ ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് നഷ്ടം വരുമ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കില്ല. അവര് വളർന്നില്ല, ഞാൻ ഒന്ന് പിന്നോട്ടായിരുന്നു അങ്ങനെ ചിന്തിക്കില്ല. എന്റെ ടൈം ആ ഹാർഡ് വർക്കിന് ദൈവം റിസൾട്ട് തരുന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് ലൈഫിൽ. അങ്ങനെയാണ് ഇൻസ്റ്റ പോയതിനെ ബാലൻസ് ചെയ്തോണ്ട് വന്നത്. പിന്നെ ഫേക്ക് അക്കൗണ്ട് അത് ഭയങ്കര കഷ്ടമാണ്. കാര്യം നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഫാൻ പേജ് തുടങ്ങണമെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ ഫാൻ പേജ് വേണ്ട, നമ്മൾ ഇഷ്ടപ്പെടുന്നവര് എന്ത് എന്റെ പേരിൽ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഇത് ഞാൻ ആളെന്നും പറഞ്ഞുകൊണ്ട് എന്റെ സീരീസിലേക്ക് ചാൻസ് വെച്ച് കൊച്ചു കുട്ടികളുടെ അവരുടെ ഫോട്ടോസും വീഡിയോസും ചോദിക്കുക. പല സെലിബ്രിറ്റീസിന്റെ കമന്റ്സിൽ പോയിട്ട് ഞാൻ പുതിയ പേജ് തുടങ്ങി എന്നെ ഒന്ന് ഫോളോ ചെയ്യുന്ന പറഞ്ഞു. ഇത് ആക്ച്വലി ഞാനത് തെറ്റിദ്ധരിക്കുന്നു. അവരുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാര്യം സ്പെല്ലിംഗ് പോലും കറക്റ്റ് എനിക്ക് എത്ര പേര് കഷ്ടപ്പെട്ടെന്ന് പറയും. ഞാനാണ് അക്കൗണ്ട് തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരും ഒരുപാട് പരിപാടിയും ചെയ്യും. അതെനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പല രീതിയിലുള്ള ആക്ഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ അക്കൗണ്ട് കാണുന്നില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ നാളെ എന്തെങ്കിലും വേറെ പേജിൽ ആരെങ്കിലും വേറെ പേരിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാതൊന്നും മനസ്സിലാക്കിയാൽ മതി. അത്രയുള്ള ആഗ്രഹം. ഇതുപോലെ തുടങ്ങുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അതിട്ട് നിങ്ങൾക്ക് ഇത്ര ഫോളോവേഴ്സ് കയറിയെന്ന് വിചാരിച്ചു. നമ്മള് ആദ്യം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ 5 വരുന്നല്ല 6 പേര് തുടങ്ങിയാലും അതെന്തായാലും അടിച്ചു കളയും. അപ്പൊ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് വെറുതെ. അതുകൊണ്ട് സ്വന്തം ഐഡന്റിറ്റിയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കാൻ ശ്രമിക്കാം. മോളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സീസൺ 2 തുടങ്ങുവാണല്ലോ. അപ്പൊ നമ്മളുടെ ഈ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് എത്ര പേരായിരിക്കും കാസ്റ്റിംഗിലേക്ക് കൊണ്ടുപോകുന്നത്? നമ്മുടെ സീരീസിൽ എന്തായാലും കാര്യം ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ
ഒരു മെയിൻ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ മൂന്നുപേരും ഉള്ളതാണ്. നമ്മൾ മൂന്നുപേരാണ് സ്റ്റാർട്ട് തുടങ്ങി എൻജ് വരെ ഉള്ളത്. അതിൽ അനുവും പ്രിയില്ലെങ്കിൽ സാറില്ല, ഞാനില്ലെങ്കിൽ നിവരില്ല. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ചോദിച്ചത്. കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണോ? അല്ല, ഞാൻ കാസ്റ്റ് ചെയ്ത് എടുത്ത 2 പേരാണ്. പക്ഷെ നമുക്കിപ്പോ ഫ്രണ്ട്സ് പോലെയാണ്. അഞ്ജനയുടെ എനിക്ക് ഓൾറെഡി അറിയാം. ചേച്ചിയുടെ കല്യാണത്തിന് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആ ടീമിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ഡാൻസ് റിമിക്സ് ചെയ്ത് ആ പരിചയത്തിൽ എനിക്ക് ആളുടെ സംസാരം കാര്യങ്ങള് ഒരു വെറൈറ്റി സംസാരമാണ്. ഒരു കണ്ണൂർ സ്ലാനൊക്കെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു വേർഷൻ. അപ്പൊ ഞാനിത് ഈ സ്ക്രിപ്റ്റിന്റെ ഹെയർ കുറെ മാസങ്ങളായി അറിയ കിടക്കണത്. അത് എടുക്കാനുള്ള ഒരു ഫാസ്റ്റ് എനിക്ക് ഓക്കെ വരുന്നുണ്ടായില്ല. അപ്പൊ ആളെ ഞാൻ അനുന്ന് പറഞ്ഞ ക്യാരക്ടർ അഞ്ജന ചെയ്തില്ലെങ്കിൽ ഞാൻ എനിക്കിത് ചെയ്യിപ്പിക്കാൻ വേറെ ആരുമില്ല. എനിക്ക് വേറെ ഒരാളെ മനസ്സിൽ ഇടങ്ങണില്ല. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോ ആളോട് ചോദിച്ചത് മോള് ഓക്കെയാണ്, ഒരാൾക്ക് വേറെ വർക്കും കൂടി ഉണ്ട് ഓഫീസില് ഞാൻ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. അപ്പൊ ആൾക്ക് ലീവ് കിട്ടുന്ന കാര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ആൾ എങ്ങനെയാണെങ്കിലും നോക്കി വരാന്ന് പറഞ്ഞപ്പോ എനിക്ക് പകുതി ആശ്വസിച്ചു. രണ്ടാമത്തെ ആൾ എനിക്ക് വേണ്ടത് പ്രിയയുടെ ക്യാരക്ടർ. ഇത് രണ്ടും ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ആയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ക്യാരക്ടറിന്റെ ഡെത്തേ പോകും. അപ്പൊ ഞാൻ അതിനുവേണ്ടി കുറെ കാസ്റ്റിംഗ് നോക്കി. പിന്നെ എന്റെ പേഴ്സണൽ ക്യാമറമാൻ ഗാരി പറഞ്ഞ് ഗാരി അത് വേറൊരു കുട്ടീനെ സജസ്റ്റ് ചെയ്തു. അതിന് ഹെൽത്ത് ഇഷ്യൂ വന്നോണ്ട് അതിന് വരാൻ പറ്റില്ല. പിന്നെ ഗാരി പറഞ്ഞ് ഗാരിക്ക് എന്റെ സ്വഭാവം അറിയാം. എനിക്കിങ്ങനെ നമ്മുടെ സെറ്റിൽ ആ ഒരു ഇതായിട്ട് നിന്നാലേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് ജാട പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനും അങ്ങനെ എനിക്ക് ഒരു കുട്ടിയുണ്ട്, നിന്റെ ഭയങ്കര കറക്റ്റായിരിക്കും, നിന്റെ പോലത്തെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു. അങ്ങനെ ആള് സജസ്റ്റ് ചെയ്തതാണ് ഐശ്വര്യന. അത് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈസി ആയിട്ട് മിങ്കിൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണം. ആ സ്പോട്ട് ഇവർ രണ്ടുപേരും ഇവരെല്ലാവർക്കും ഞാൻ അപ്പഴ് ഡയലോഗ് കൊടുക്കുന്നത് അതപ്പൊ തന്നെ പഠിച്ച് പറയാനുള്ളത് ഭയങ്കര വലിയ കഴിവാണത്. കാരണം എനിക്കെന്ന് വെച്ചാൽ ഏതുകൊണ്ട് എനിക്ക് ഡയലോഗ്സ് അറിയാം. ഇവരപ്പൊ കേൾക്കണതാണ് ആ ഡയലോഗ്, അത് അപ്പൊ തന്നെ പറയണം. അങ്ങനെ ഒരു അടിപൊളി കാസ്റ്റ് കിട്ടി. അതുകൊണ്ട് സീസൺ 2 എന്തായാലും 2 പേരായിരിക്കും നിങ്ങൾ വന്ന അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ. രണ്ടുപേർക്ക് പേരെ ചോദിക്കും. ഒരാൾ ബ്യൂട്ടീഷ്യനാണ്, ഒരാൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഒരാള് കുറച്ച് അമ്മയും കൂടിയാണ്. അത് നമ്മുടെ 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്. അത് കേട്ട് ചെട്ടിയതാ എനിക്കറിയാം. കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ അമ്മയാണ്. അപ്പൊ ഇവർക്ക് അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും തിരക്കുകളും ഉണ്ട് പേഴ്സണൽ ലൈഫിൽ. അപ്പൊ അങ്ങനെ അതുകൂടി ഒന്ന് ചോദിച്ചിട്ടാണ് സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതിൽ എനിക്ക് കുറെ പേര് ചോദിച്ചു പാർട്ട് 1 ഇതിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് കണ്ടുകൊള്ളാറുണ്ട്. അത് ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞ സീസൺ 2 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ വെച്ചത് എനിക്കൊരു അനുഗ്രഹമായി. കാര്യം സീസൺ 2 എനിക്ക് ആ ക്യാരക്ടറിനെ എങ്ങനെ വേണമെങ്കിൽ മോൾഡ് ചെയ്തെടുക്കുക. അപ്പൊ സീസൺ 2 ഫ്രീ ആണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ എല്ലാവർക്കും അങ്ങനെയല്ല, എല്ലാവർക്കും ഈ ടീമിലുള്ള എല്ലാവരും തന്നെ സീസൺ 2 ഉണ്ടാവും. അതൊക്കെ കഥ വരുമ്പോ മനസ്സിലാവും. അപ്പൊ എല്ലാവരും ഉണ്ടാവും, വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഞാൻ ആരോടെ ചോദിക്കേണ്ടത്? ഇഷ്ടമുള്ളവർ കഴിക്കാൻ മനീഷിനോട് ചോദിക്കാം. മനീഷക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ ശരിക്കും ഇഷ്ടമുണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടില് ഏറ്റവും ബുദ്ധിമുട്ടായി ചെയ്യാൻ പറ്റിയ ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടായില്ല, പക്ഷെ ചെയ്യണമെന്ന് മഞ്ജു പറഞ്ഞൊരു ഭാഗം ഉണ്ടാവില്ലേ, അത് ഏതാ ശരിക്കും? ഇത് ഫുള്ള് അങ്ങനെ തന്നെയായിരുന്നു. ഫസ്റ്റ് ഇത് ഫെസ്റ്റിവളുമായിട്ട് മഞ്ജുനെ കൊണ്ടുവന്നത്, പിന്നെയാണ് കഥ മാറ്റി ഇങ്ങനെ ആക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു മോളെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, വേറെ കാസ്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ച് പറഞ്ഞ് മോളെ ഫോട്ടോ ഒക്കെ ഇട്ട് പോയി. ഇനി നമുക്കൊരു വഴിയുള്ളൂ, ഇനി തൊട്ട് ഈ മീര ഇന്ന ആളായിരിക്കും പറഞ്ഞ് കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ഓർമ്മ അങ്ങനെയാണെങ്കിൽ എന്റെ ഇതിലേക്ക് വേണ്ടിയല്ല, എനിക്ക് പുതിയൊരാളെ കാസ്റ്റ് ചെയ്ത് കഷ്ടപ്പെടണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത കാര്യമാണ്. എല്ലാം എനിക്ക് ക്യാരക്ടർ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒരാളോട് മനസ്സിലായിട്ടില്ലാവും. അത് കൂടാതെ ജീവിതത്തിൽ ഇതുവരെ ഒരാളെ പ്രേമിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് പോലും വോയിസിലൊക്കെ ഫ്രണ്ട്സ് പോലും കേൾക്കില്ലാത്ത അപ്പൊ ഇങ്ങനത്തെ ഒരു റോളും തന്ന് ഇനി ആ കൊച്ചിനെ കൊല്ലേ വേണം, അതും മിണ്ടാത്ത കൊച്ചത് മഞ്ജു തന്നെയാണ്. എനിക്ക് ഏറ്റവും വിഷമമായത് അന്നായിരുന്നു. ആ മഞ്ജുവാണ് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല ആ ദിവസങ്ങളിൽ. കാര്യം ഭയങ്കര വിഷമം, ഇത്രയും ആ കൊച്ചിനെ വിഷം കൊടുത്ത് കൊല്ലേണ്ടിരുന്ന അങ്ങനെയൊക്കെ അഭിനയമാണെങ്കിലും എനിക്ക് ഭയങ്കര പാടായിരുന്നു. ആ ഒരു സീൻ തന്നെ ഏറ്റവും പാടായിട്ട് തോന്നിയത്. മനുഷ്യ നന്നായിട്ട് അത് ആ ക്യാരക്ടർ അടിപൊളി ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച എല്ലാ പോയിന്റ്സും തന്നെ ഓൾറെഡി പറഞ്ഞു. ചോദിക്കാനുള്ള കാര്യം ഇതുവരെ വന്ന സീരീസിന്റെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് വന്നത്, അത് കുറച്ചുകൂടി ക്വാളിറ്റി കുറെ ആർട്ടിസ്റ്റ് എല്ലാം വന്നത് ഈ ഒരു ഇതിലാണ്. അപ്പൊ എന്താണ് മോൾക്ക് വന്നത് പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇതിന്റെ എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം? നമ്മൾ ഈ സീരീസിന് വേണ്ടി 30,000 രൂപയായിരുന്നു.
പക്ഷെ കുഴപ്പമില്ല, നമുക്കതൊരു 85 മേലെ 90 താഴെ, അതാണ് നമ്മുടെ ബഡ്ജറ്റ് വന്നേക്കുന്നത്. അത് കയ്യിൽ നിന്ന് പോയ ഞാൻ അതൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്തു വരുമ്പോ അതിന്റെ ഒരു ഭംഗി പിന്നീട് കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ അത്ര അത്യാവശ്യം പിന്നെ അത് പിടിച്ചു നിന്നത്, അത് നഷ്ടം വരാണ്ട് പോയത് മെയിനായിട്ട് പ്രൊമോഷൻ വന്നതുകൊണ്ട്. കാരണം എനിക്ക് ബ്രാൻഡ് പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ഇതിൽ ടാലി ആയി കുറച്ച് ലാഭമായിട്ടൊക്കെ വന്നു. സീരീസിന് മാത്രം കിട്ടുന്ന എനിക്കാണെങ്കിൽ നമ്മളത് പൊട്ടിപ്പാടിച്ചാണ് സീസൺ 2 പോയിട്ട്. കാരണം അത് കുറെ പേര് തെറ്റിദ്ധരിക്കണം, വ്യൂസ് കൂടുമ്പോ ഭയങ്കര പൈസ അടിക്കുന്നത്. ഓരോ ചാനൽ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്റെ ചാനൽ ഇത്രയും മീൻസ് ടോട്ടലായിട്ട് എത്രയോ മില്യൺ വ്യൂസ് നമുക്ക് വന്നത് ഈ സീരീസിന്. പക്ഷെ നമുക്ക് അതനുസരിച്ചുള്ള ഇൻകം ഇല്ല. ഒരു പാർട്ടി തന്നെ നമുക്ക് $12-13 മീൻസ് ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത്. അതാണ് ജെനുവിനായിട്ട് ചിലവര് ഒരാൾ എനിക്ക് മെസ്സേജ് വിട്ടാൽ ഇത്രയും വന്നോണ്ട് നിനക്ക് 1,56,00,000 നിന്റെ വരുമാനം. ChatGPT നോക്കി ഇത്രയും വ്യൂസ്, ഡാഷ്ബോർഡൊക്കെ നോക്കിയപ്പോ മനസ്സിലായി ഇത്രയും വ്യൂസ് ഉള്ളതിന് അത് മിനിമം പൈസ ഉണ്ട്. അത്രയൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളും കൂടി അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ പ്രമോഷൻ കൂടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്റെ എല്ലാരും ഓരോരുത്തരോടായിട്ടാണ് ഉണ്ടാവും. നമ്മളിപ്പോ അതിനൊത്തരം പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചത് മനസ്സിൽ കറക്റ്റ് പറഞ്ഞില്ല ഏത് ഭാഗം അങ്ങനെ ടാസ്ക് ആയിട്ട് തോന്നി ചെയ്യാൻ വേണ്ടി. അത് ടാസ്ക് ആയിരുന്നു. വിഷം കൊടുത്ത് കൊല്ലുക, ഫോൺ കൊണ്ട് പോകണല്ലേ. നമ്മുടെ സിസ്റ്റർ എന്റെ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സീനായിരുന്നു ഏതായിരുന്നു? ഇല്ല, എല്ലാം ഞാൻ പറഞ്ഞത് സ്പോട്ടിൽ എടുത്തു പോയ ആളാണ്. ചലഞ്ചിങ് അല്ല, ആ ഒറ്റയ്ക്ക് മറ്റേ കൊറേ ചോറുമ്പോ ഞാൻ പാപ്പനോട് വീട്ടിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പഠിച്ചത് വേറെ കുഴപ്പമില്ല. നോക്ക്, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇമോഷണലി എനിക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും അത്. പക്ഷെ കുറച്ചും കൂടി ടാസ്ക് വന്നത് നമ്മൾ ആ ഞെട്ടുന്ന സീനില്ലേ, വൈകിയനെയും മീനനെയും കാണുമ്പോ ആ ഞെട്ടുന്ന സീന്. പിന്നെ മോളെന്റെ ഫേസ് ടു ഫേസ് നമ്മൾ നിൽക്കുന്നത് കാണുമ്പോൾ ആ സീന് അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കുറേ അത് പിന്നെ കണ്ണ് പറഞ്ഞു കൊടുക്കുമ്പോ വീണ സീനൊക്കെ കുറെ കമന്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതാവുമ്പോ ചാലഞ്ചിങ് അല്ലേ. പക്ഷെ അത് തന്നെ ചലഞ്ചിങ് ആയിട്ട് പറയാൻ എടുത്തു ഞാൻ എന്റെ ഒരു ഫുള്ള് ഞാൻ ആ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ആള് ഭയങ്കര അടിപൊളി ആർട്ടിസ്റ്റാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവന് വന്ന് അതിന് തൂക്കി വളരെ നന്നായിട്ടാണ് എല്ലാം കൊടുത്തത്. പ്രത്യേകിച്ച് മോക്ക് കോമഡിയാണ് കുറച്ചും കൂടി എല്ലാവർക്കും. കോമഡി ഒരു ഒട്ടും വലിപ്പമാവാണ്ട് കോമഡിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മര്യാദയ്ക്ക് ചെയ്തിരിക്കുന്നത് വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആൾക്ക് പ്രത്യേകിച്ച് ചലഞ്ചിങ്ങുകൾ ഉണ്ടായില്ല. നോക്ക് ഇതായിരുന്നു മൊത്തത്തിൽ ക്യാരക്ടർ എന്ത് ചെയ്യും ആദ്യം ശരിക്കും പറഞ്ഞത് അതൊന്നും കഴിഞ്ഞപ്പോഴാണ് സമാധാനം അറിയുന്നത്. അതായത് മൊത്തത്തിൽ അഭിനയിക്കാൻ താല്പര്യം കുറവായതുകൊണ്ടാണ് ഒന്നുകൂടി കൂടുന്നത് ആ സംഭവം. ശരി, ഓക്കെ. ഇനി കൊണ്ട് ഞാൻ ഐശ്വര്യനോട് ചോദിക്കാം, ഇപ്പൊ ഈ കുട്ടി ഇത്രയും ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്ത് വന്നി ഇപ്പൊ എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് ആണെന്ന് ചോദിച്ചു. സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 ദിവസം ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ വീട്ടിലാക്കിയത് മോനെ. പിന്നെ അവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവനങ്ങനെ അങ്ങോട്ട് കളിച്ചങ്ങനെ നടന്നോളും. പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ കൂടുതലും മഞ്ജുവിന് ഭയങ്കര ഒരു ഇതായിരുന്നു. ഞാൻ ലോങ്ങിങ് വരുമ്പോ നമുക്കത് ടൈമിന്റെ ഇഷ്യൂസ് വന്നാൽ വന്നിട്ട് ഞാൻ മാക്സിമം എന്റെ വീട്ടില് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. അപ്പൊ ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ എന്റെ ബ്രദറുണ്ട്, മമ്മിയുണ്ട്. അപ്പൊ കൊച്ചിനെ ഞാൻ അവിടെ ഇറക്കും. അങ്ങനെയാണ് പിന്നെ വന്നോണ്ടിരുന്നേച്ചതൊക്കെ. അങ്ങനെയാണ് മാനേജ് ചെയ്തത്. പിന്നെ മോന് കുറച്ച് നമ്മളുമായിട്ട് സഹകരിക്കണം വന്നിട്ട് അതങ്ങനെ ഫ്ലോയിൽ അങ്ങോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇനി നമ്മളൊരു കുട്ടി ഗെയിമിലേക്ക് പോവാ കേട്ടോ. എനിക്ക് ഗെയിമിന്റെ കറക്റ്റ് പേരെന്താണെന്ന് അറിയില്ല. ഇതാണ് സംഭവം. ഓരോ ആൾക്കാരുടെ മനസ്സിൽ ഓരോ വ്യക്തികൾ അവർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവര് ആ വ്യക്തികളെ സംബന്ധിച്ച് കുറച്ച് ക്ലൂസ് തരും. ആ
കുറഞ്ഞ ക്ലൂവിൽ ഇതിൽ ആരാണോ തിരിച്ചറിഞ്ഞ ആ വ്യക്തി ആരാന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അവർക്കൊരു പോയിന്റ്. അങ്ങനെ കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും 100 രൂപ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അങ്ങനെ ഒരു ചെറിയ സമ്മാനം പോലെ. അപ്പൊ ഫസ്റ്റ് ചേച്ചി തന്നെ തുടങ്ങാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വ്യക്തിനല്ല വെച്ചേക്കണ, ഒരു ഐറ്റം ആണ് വെച്ചേക്കണ. ഓക്കെ, ഫസ്റ്റ് ക്ലൂ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഞാൻ. സെക്കൻഡ് ക്ലൂ, നമ്മുടെ ഹെയർ എക്സ്റ്റൻഷൻ സീരീസിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. തേർഡ് ക്ലൂ, ഇത് തണുപ്പ് നൽകുന്നു. മീൻസ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തണുക്കും ചെറുതായിട്ട്. ഫോർത്ത് പറയട്ടെ, ഹെയർ എക്സ്റ്റൻഷൻ സീരീസിൽ ഈ സാധനം തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഇതിന് സമാനമായ ഒരു മേക്കപ്പ് ഐറ്റം ഉപയോഗിക്കാം. ഇല്ല, ഒരെണ്ണം കൂടി ഉണ്ട്. ഒന്നല്ല, വേണമെങ്കിൽ 2 തരാം. ഇല്ല, ഇത് പറയും. അടുത്തത് പറഞ്ഞ ഉറപ്പായിട്ട് നിങ്ങൾ പറയും. പറയട്ടെ, അടുത്തത് പറയട്ടെ. ഓക്കെ, ഫിഫ്ത്ത് ക്ലൂ, സാധാരണയായി ഇത് നെറ്റിയിലിടുന്നു. അവിടെ ഞാൻ ഹാൻഡ് ഫയർ ഉദ്ദേശിച്ച് പറയാനത് പോയിട്ട് കിട്ടിയേക്കാണ്. അതുകൊണ്ട് ഇതിന്റെ സ്പോൺസർ ഉണ്ട് അവിടെ, പ്രിയപ്പെട്ട അനു തന്നെയാണ്. ഞാനത് പറയാൻ ഇനി ഞാൻ ഒരു പുരുഷനാണ്. ഞാനല്ല, ഇതിലെ കളിയിലാണ് സംശയം. ഞാൻ ഒരു സംവിധായകനാണ്. ആരും പറയാനുള്ള 1999 ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിന് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനാണൊന്ന് 1993 ഞാൻ സംവിധാനം ചെയ്തൊരു പടം റിലീസായിട്ടുണ്ട്. അത് അങ്ങനെ ഇവിടെ 300-ലധികം മലയാള സിനിമകളിലും 300-ലധികം മൊത്തം സിനിമകളിലും 80-ലധികം തമിഴ് മൂവിയിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പുരുഷനാണ്. ഞാനൊരു സംവിധായകനാണ്. 1999 ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ്. 1993 ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ സംവിധാനം ചെയ്ത. 300-ലധികം സിനിമകള്, 80-ലധികം തമിഴ് പടങ്ങള്. ജയറാം. ഓക്കെ, ചാൻസ്. ജയറാം സംവിധായകനായിരുന്നോ? ഞാൻ സംവിധാനം പോയിട്ടാ. ഇനി നിങ്ങൾക്ക് കണ്ട മക്കളെ അടുത്തുള്ളൂ തന്നെയാണ് ശ്രീനിവാസൻ. അപ്പൊ 2 പേരും പോയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് 2 പേർക്കുമാണ് ചാൻസ്, ചേച്ചിക്കും പ്രിയക്കും ഐശ്വര്യക്കും. ആദ്യകാലങ്ങളിൽ വില്ലൻ റോളുകളാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. ആരില്ല, അടുത്തത്. പിന്നീട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഹാസ്യ നടൻ. അറിയില്ലായിരുന്നു. പുള്ളി സംവിധാനം ചെയ്തത് ഞാൻ പറഞ്ഞ 1993 വാത്സല്യം, മമ്മൂട്ടിയുടെ വാത്സല്യം ആളുടെ സംവിധാനത്തിലുള്ള. അതല്ല, നമ്മള് പെട്ടെന്ന് പറഞ്ഞല്ലോ എന്നുള്ള ആ ഒരു ഇത്. എന്റെ കുറെ ക്ലോസ് വേസ്റ്റ് ആയല്ലോ. അപ്പൊ കന്നിരാജ് ചേച്ചിക്ക്. പിന്നെ ജയറാം തമിഴിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സംവിധായകനുള്ള ആ പോയിന്റ് വിട്ടുപോയി. ഓക്കെ, നമ്മള് ഹാസ്യം എന്ന് പറഞ്ഞപ്പോ പിന്നെ കിട്ടിയിട്ട് അടുത്ത ഞാൻ മരിച്ച ജീവനോടെ ഇല്ലാതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയാറുണ്ട് മമ്മൂട്ടി അഭിനയിച്ച വാത്സല്യം ഞാൻ സംവിധാനം ചെയ്തതായിരുന്നു. ഓക്കെ, അങ്ങനെ ചേച്ചിക്ക് കിട്ടിയേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കുറച്ച് ടൈം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പ്രിയയിലേക്ക്, നമ്മുടെ ഐശ്വര്യയിലേക്ക് ആ ക്വസ്റ്റ്യൻ കൈമാറാണ്. 1982 ഒക്ടോബർ 16 ആളുടെ ജനനം. ജനിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. മെയിലാണ്. പിന്നെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു നടനാണ്.
വലിയ പ്രായമൊന്നുമില്ല ആൾക്ക്, ഇപ്പോഴും ചെറുപ്പമാണ് ഈ ഒരു ഏജിലും ആൾക്ക്. 1982 ജനനം. എനിക്കിപ്പോൾ കറക്റ്റ് ഏജ് എത്രയാന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പിന്നെ ആളുടെ ഫാമിലി ഫുള്ള് ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ളതാ, ഫാമിലി ഫുള്ളും. 2002 നല്ലൊരു അടിപൊളി പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആളുടെ. അല്ല, പോയി. 2002 സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അതല്ല, സപ്പോർട്ടിംഗ് അല്ല. പക്ഷെ ഒരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ അത് മനസ്സിലാവണ്ടേ? അങ്ങനെ മനസ്സിലാക്കരുത് നിങ്ങൾ. കുറച്ച് വെള്ളം കുടിക്കണം. അന്ന് ഉത്തരം പറഞ്ഞ ചോദ്യം ബോളിവുഡില് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ്. ബോളിവുഡില് പൃഥ്വിരാജ്. അപ്പൊ 2 പോയിന്റ്. 2 ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് കിട്ടി. ഓ ട്രിവാൻഡ്രം. അപ്പൊ മോക്ക് 2 ചേച്ചിക്ക് 1. ഓക്കെ ശരി. 1 പോയിന്റ് 3 പേര് നടക്കുന്നിരിപ്പുണ്ട്. നിർഗുണമാരാന്ന് ആളിങ്ങനെ ഹൈഡൊക്കെ ചെയ്ത് ഇനി ഇങ്ങോട്ട് ചോദിക്കും. ഞാന് ഫസ്റ്റത്തെ ഒരു ക്ലൂ, അതായത് കുറച്ചുകൂടി മനസ്സിലാവുന്ന ടൈപ്പ് രീതിയിലുള്ള ക്ലൂ പറയാട്ടാ. സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട്, നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ആള് ആക്ടർ അല്ല, ഒന്നുമല്ല. ആളൊരു മ്യൂസിക് കമ്പോസറാണ്. ഇതിന് പറയാൻ പറ്റുമോ നോക്ക്. മ്യൂസിക് കമ്പോസർ മാത്രല്ല, ഗായകനും കൂടിയാ. ഇനി ക്ലൂ വേണം. തിരുവനന്തപുരത്താണ് ജനിച്ചത്. പറയട്ടെ. നമ്മളൊരു ചോദ്യം ചെയ്യുമ്പോ ഫുൾ കോൺഫിഡൻസിൽ അവരുടെ കണ്ണി നോക്കി തന്നെ പറയണം. സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗർക്കുള്ള മെയിൽ സിംഗർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. നാഷണൽ അവാർഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ. ആ സിനിമക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോങ്ങിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രായം 1971 ജനിച്ചത്. ഈ മാസം ജൂൺ മാസമാണ് ജനിച്ചത്. 14 ജൂൺ 1971. എൻ്റെ ബർത്ത്ഡേ 40. അടുത്ത ക്ലൂ മലയാളിയാണോ ആള്? മലയാളിയാണ്. സിനിമ നടനും കൂടിയാണോ? അല്ല, പാട്ടും പാടും, കമ്പോസറും കൂടിയാ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം. എല്ലാ പാട്ടുകളും അടിപൊളിയാ. ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ചോദിച്ചതിൽ ഏതെങ്കിലും ക്ലൂവില് ഇനിയും ഉള്ളിലൊരു ക്ലൂ വേണമെങ്കിൽ ചോദിക്കാം. ക്ലൂ വേണം. മലയാളിയാ. ഉള്ളില് ക്ലൂ വേണം. അത് ഏതിന്റെ ഉള്ളിലാ ക്ലൂ വേണ്ടത്? നാഷണൽ അവാർഡ് കിട്ടിയ പടത്തിലെ ആക്ടേഴ്സിന്റെ പേര് പറയാം. ആള് പൃഥ്വിരാജുണ്ട്. ഞാൻ പറയട്ടെ, ആളൊരു സെക്കൻഡ് മാരേജ് ചെയ്തിട്ടുണ്ടോ? അതറിയില്ല. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ആളല്ല. പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ? പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2014 തോന്നുന്നു റിലീസായത് പടം. ആ പടത്തിന്റെ പേര് പറഞ്ഞാൽ കിട്ടൂലേ? കിട്ടണല്ലോ അല്ലേ? അതിൽ അഭിനയിച്ച ഒരാളെ കൂടി പറയാം. അപ്പൊ ഈസി ആയിരിക്കും. പറയട്ടെ, ടോവിനോ തോമസ് ഉണ്ട്. ഇന്ന് നിന്റെ മൊയ്തി. ആരാ? വളരെ സിമ്പിളായി പറ, പെട്ടെന്ന് പറ. അതിലെ പാട്ട്, അത് നാഷണൽ അവാർഡ് കിട്ടിയ സോങ്. ഇത്രയും ക്ലൂ. ഒരു പാട്ട് ഞാൻ പാടിത്തരാം. തരാം. സിമ്പിളാണ്. നമ്മുടെ മറ്റേത് ഡാഡി നമ്മളുടെ ശ്രേയ ഘോഷാലിനെ കൊണ്ടുവന്നത് അല്ലേ? ശ്രേയ ഘോഷാലിനെ കൊണ്ടുവന്ന ആള് ജയചന്ദ്രൻ. നമുക്ക് വേണ്ടിട്ട് ആ പാട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പാടണം എന്നൊരു റിക്വസ്റ്റ്. ഒന്ന് പാടാം. അതിന്റെ ഇടയിൽ ഞങ്ങളൊരു ഡിസ്ട്രാക്ട് ചെയ്തു. മതി. രാക്കിളി തൻ വഴി മറയും നോവിൻ പെരുമഴക്കാലം. ബാക്കി അറിയില്ല. അയ്യോ, നല്ല രസമുണ്ടായിരുന്നു. അതെ, നല്ല രസമുണ്ടായിരുന്നു. ഇനി റിതിന്റെ ചോദ്യം. അപ്പൊ ഇതിന് പോയിന്റ്
ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡിവൈഡ്. അപ്പൊ അഞ്ജനയ്ക്ക് ഒരെണ്ണം, ഐശ്വര്യക്ക് എനിക്കും ഒരെണ്ണം, ചേച്ചിക്ക് ഒരെണ്ണം. അല്ല അഞ്ജനയ്ക്ക് 2 എണ്ണം. നേരത്തെ ഒരെണ്ണത്തിന് പറഞ്ഞു. ഓക്കെ. ഈ ഗൂഗിളിന് വലിയ വിശ്വാസമില്ല കേട്ടോ. ആക്ടറാണ്. 1982 ജനിച്ചു. ഓക്കെ. പിന്നെ ഈ ക്ലൂ പറഞ്ഞാൽ കിട്ടും. ഇപ്പൊ ഉള്ളതില് കുറെ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ഇടക്കിടക്കൊക്കെ കുറെ പടങ്ങൾ വരുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. കുറച്ചുകൂടി സിമ്പിൾ ആക്കണം. കല്യാണം കഴിച്ചേക്കുന്ന ഭാര്യ സെലിബ്രിറ്റി ആണോ? അതെ. ഫഹദ് ഫാസിൽ. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പൈസ ഇല്ലേ? ടൈ ബ്രേക്കിനകത്ത് തുടങ്ങണം. അപ്പൊ അങ്ങനെ കൂട്ടാം നമുക്ക്. ഇപ്പൊ അഞ്ജനയ്ക്ക് 2, എനിക്ക് 2, മോക്ക് 1. അടുത്ത ഗെയിമില്ലേ അതിന്റെയും കൂടി പോയിന്റ് കമ്പൈൻ ചെയ്യാം. ആകെ ഒരാൾക്ക്. ഓക്കെ.